നമസ്തേ. ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നമാണ് വസ്തു, വീട് എന്നിവ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സം. ഈ തടസ്സങ്ങൾ പല വിധേനയാണ് ഉണ്ടാകുന്നത്. ചിലരുടെ ഭൂമിയിൽ സർപ്പക്കാവുകൾ, കുടുംബക്ഷേത്രങ്ങൾ എന്നിവ പൂർവിക കാലത്ത് നിലനിന്നിട്ടുണ്ടാകാം. ചില ഭൂമിയിൽ പ്രേതബാധ ഉണ്ടാകുവാൻ സാധ്യതയേറുന്നു. അതായത് ശ്മശാനം മുതലായ ഭൂമിയായിരിക്കും ആ ഭൂമി. ചില ഭൂമിയിൽ ആഭിചാരദോഷങ്ങൾ വന്നുഭവിക്കുന്നു. ചിലയിടത്ത് വാസ്തുദോഷങ്ങളായിരിക്കും വന്നുഭവിക്കുന്നത്. ദോഷങ്ങൾ ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതായത് ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെച്ച് ഏത് ദോഷമാണ് ആ ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജ്യോതിശാസ്ത്രത്തിൽ 9 ഗ്രഹങ്ങളാണ് ഉള്ളത്. ഓരോ ഗ്രഹത്തിനും ഓരോ കാരകത്വമാണുള്ളത്. ചൊവ്വ എന്ന ഗ്രഹമാണ് ഭൂമിയുടെ കാരകൻ. അതുപോലെ ദേവതാ നിർണയത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ ചിന്തിക്കേണ്ടത് ചൊവ്വയെ കൊണ്ടാണ്. ആയതിനാൽ സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഭൂമി വിൽപ്പന നടക്കുന്നതാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് വേൽ സമർപ്പിക്കുന്നതും 41 ദിവസം പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും വസ്തുവിൽപ്പന കാര്യങ്ങൾക്ക് അനുകൂലമാകുന്നു. സർപ്പദോഷമുള്ള ഭൂമിയാണെങ്കിൽ മുട്ടയും സർപ്പവിഗ്രഹവും നാഗരാജ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. വസ്തുവുമായി ബന്ധപ്പെട്ട ആഭിചാരദോഷങ്ങൾ മാറുവാൻ ശൂലിനി യന്ത്രം ആ വസ്തുവിൽ സ്ഥാപിക്കുക. അതുപോലെ ശ്രീവരാഹമൂർത്തി ക്ഷേത്ര ദർശനവും ശ്രീവരാഹമൂർത്തിക്ക് 41 ദിവസം ഭൂവരാഹ അർച്ചന നടത്തുന്നതും ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂല അവസ്ഥയുണ്ടാക്കുന്നതാണ്. പ്രേതബാധയുള്ള ഭൂമിയാണെങ്കിൽ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ആ വസ്തുവിൻ്റെ പേരിൽ തിലഹോമം നടത്തുന്നതും ഉത്തമമാണ്.